മലപ്പുറം ജില്ലയിലെ സൈനബ പറഞ്ഞു തരുന്നത് സ്ഥിരോത്സാഹത്തിന്റെ ഒരു വിജയകഥയാണ്. സൈനബയും കുറെ സ്ത്രീകളും ചേർന്ന് ഉണ്ടാക്കുന്ന മൈലാഞ്ചി വിദേശ രാജ്യങ്ങളിലേക്ക് പോലും കടൽ കടന്നു പോകുന്നു. വീട്ടിലെ കൊച്ചുമുറിയിൽ തുടങ്ങിയ ചെറിയ പരിശ്രമം ഇന്ന് വലിയൊരു വ്യവസായമായി മാറിയിരിക്കുന്നു. കുറ്റിപ്പുറത്തെ വിരുത്തുള്ളിയിൽ ബഷീറിന്റെ ഭാര്യയായി 16 വർഷം മുമ്പ് കുമരനെല്ലൂരിൽ നിന്നും വരുമ്പോൾ സൈനബയ്ക്ക് മൈലാഞ്ചി ആഘോഷങ്ങളുടെ ഭാഗം മാത്രമായിരുന്നു. പെരുന്നാളടക്കമുള്ള ആഘോഷങ്ങൾക്ക് മൊഞ്ചത്തിയാവാൻ കൂട്ടുകാരികൾക്കൊപ്പം മൈലാഞ്ചി ഇടുക, ഇതായിരുന്നു എല്ലാവരുടെയും പോലെ തന്നെ സൈനബയുടെയും പതിവ്. മൈലാഞ്ചി അടക്കമുള്ള സ്റ്റേഷനറി കച്ചവടക്കാരനെ വിവാഹം കഴിച്ച് കുറ്റിപ്പുറത്തെത്തിയതോടെയാണ് സൈനബയ്ക്ക് മൈലാഞ്ചി ജീവിതമായത്. അന്നൊക്കെ ഭർത്താവ് ബഷീർ രാജസ്ഥാനിൽ നിന്നും മറ്റും കൊണ്ടുവന്നാണ് മൈലാഞ്ചി വിറ്റിരുന്നത്. കൈക്കും കാലിനും മുഞ്ചുകൂട്ടാൻ മാത്രമല്ല, മൈലാഞ്ചി നല്ലൊരു ജീവിതമാർഗം കൂടിയാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സൈനബ തന്നെയാണ്. അങ്ങനെ മൈലാഞ്ചി കച്ചവടം വിപുലീകരിക്കാൻ ബഷീറും സൈനബയും തീരുമാനിച്ചു. ചെറിയ തോതിൽ ഞങ്ങൾ അത്രയും ചെറിയ രീതിയിലാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നത്. കാരണം അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ട, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പം അങ്ങനെ അത്രയും കഠിനമായി പ്രതിജ്ഞ, ഉറക്കമില്ല, നമ്മൾ യാത്രയില്ലാത്ത രീതിയിൽ പ്രയത്നിച്ചിട്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് എത്തിയത്. അത് ഞാനും എൻ്റെ ഭാര്യയും പോരാത്തിന് എൻ്റെ പിള്ളേരും ഞാൻ കവർ. അതുപോലെ ഇപ്പോൾ എൻ്റെ നമ്മളെ സ്റ്റാഫുകളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവരുടെയും സഹകരണം കൊണ്ടാണ്. കാരണം നമ്മൾ ഏതൊരു സ്ഥാപനത്തിൻ്റെയും വളർച്ച നമ്മുടെ തൊഴിലാളികളാണ്. രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന് വിൽക്കുന്നതിനേക്കാൾ ലാഭം മൈലാഞ്ചി ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്നറിയുന്ന ഇവർ ആദ്യം തേടിയത് അതിനുള്ള വഴിയാണ്. കെട്ടിടം ഉണ്ടാക്കുന്നതിനോ വാടകയ്ക്കെടുക്കുന്നതിനോ ഉള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ വീട്ടിലെ ഒരു കൊച്ചുമുറി ഇതിനായി നീക്കിവെച്ചു. സ്വയം തൊഴിൽ വായ്പ എടുത്ത് അയൽവാസിയായ ഒരു സ്ത്രീയെയും കൂട്ടി ചെറിയ തോതിൽ ചെറുകിട വ്യവസായമായി തുടങ്ങി. ഹൈദരാബാദ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ബഷീർ മൈലാഞ്ചിപ്പൊടി മൊത്തവിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും. സൈനബ കൈകൊണ്ട് കുഴച്ച് മൈലാഞ്ചിയാക്കി ട്യൂബിൽ നിറയ്ക്കും. ബൈക്കിലും മറ്റുമായി ബഷീർ കടകളിലെത്തിക്കും. ഇതായിരുന്നു ആദ്യ രീതി. രാജസ്ഥാനിൽ നിന്ന് പൊടി വരികയാണ്. 60 കിലോന്റെ ചാക്കായിട്ടാണ് വരാറ്. അത് ഇവിടെ 12 മണിക്കൂർ വെള്ളത്തിൽ കുഴച്ച് വെച്ചതിന് ശേഷം ഹെന്ന ഓയിൽ, മൈലാഞ്ചി ഓയിൽ ഉണ്ട്, അങ്ങനെ ഒരു മിക്സിങ് വരുന്നുണ്ട്. പിന്നെ യൂക്കാലിപ്സ് വരുന്നുണ്ട്, ക്ലോയിൽ വരുന്നുണ്ട്. അത് മിക്സ് ചെയ്ത് മെഷീനിൽ തന്നെ മിക്സ് ചെയ്ത് വരികയാണ്. അത് പിന്നെ മെഷീനിലേക്ക് മാറ്റിയിട്ട് കവറിലാക്കി ഹാൻഡ് വർക്ക് തന്നെ, എല്ലാം ഹാൻഡ് വർക്കായിട്ടാണ് വരുന്നത്. അതൊരു മൈലാഞ്ചിയുടെ രൂപമായി വരണമെങ്കിൽ കുറെ പ്രയത്നിക്കണം. കച്ചവടം വലുതായതോടെ യന്ത്രങ്ങൾ വാങ്ങി മൈലാഞ്ചി നിർമ്മാണം വിപുലപ്പെടുത്തി. ക്രമേണ കൂടുതൽ പേരെ ജോലിയിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ 15 സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഹസ്ബി, മെഹ്റൂബ, ദിനാർ ബ്രാൻഡുകളാണ് വടക്കൻ കേരളത്തിൽ കൂടുതൽ വിൽപ്പന. കച്ചവടം നന്നായതോടെ ബഷീർ കമ്പനിക്ക് മുമ്പിലായി നല്ലൊരു വീടും വെച്ചു. വീടടക്കമുള്ള തന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും പിന്നിൽ മൈലാഞ്ചി ആയതുകൊണ്ട് തന്നെ വീടിനു പേരിടാനും ബഷീറിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. മൈലാഞ്ചി വീട്. ബഷീറും സൈനബയും മക്കളായ ബിൻസിയും ഷിഹാസും ഫിദയ്ക്കുമൊപ്പം ഈ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ട് 4 വർഷമായെങ്കിലും പകൽ മുഴുവൻ പൂർണ്ണമായും ഇവർ കമ്പനിയിൽ തന്നെയാണ്. ഞങ്ങൾ 11 വർഷം വരെ ഒരു വീടും സ്ഥാപനം എല്ലാം ഒന്നായിട്ടാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ 3 വർഷമായിട്ട് വീട് അടുത്തതിനായിട്ട് മാറി താമസിക്കുകയാണ്. വീട് വേറെയും കമ്പനി വേറെ ആയിട്ടാണ്. എന്നിരുന്നാലും എല്ലാ ഇതിലും ഞങ്ങൾ അവരുടെ ഒപ്പം നിന്നിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ കുടുംബമായാലും സീസൺ സമയങ്ങൾ ഞാനും ഹസ്ബൻഡും പിള്ളേരും, ഹസ്ബൻഡിന്റെ അനിയനും പിള്ളേരും എല്ലാവരും വരാറുണ്ട്. എല്ലാവരും പാടെ ഇരുന്നിട്ടാണ് ചെയ്യാറ്. +1 വിദ്യാർത്ഥിയായ മൂത്തമകൾ ബിൻസിക്കുമുണ്ട് മൈലാഞ്ചി കമ്പം. ഉമ്മയും ഉപ്പയും മൈലാഞ്ചി ഉണ്ടാക്കുന്നതിലും വിൽക്കുന്നതിലുമാണ് കേമന്മാരെങ്കിൽ ബിൻസിക്ക് ഇഷ്ടം കൂട്ടുകാരികളെ മൈലാഞ്ചിയിട്ട് മൊഞ്ചത്തിമാരാക്കാനാണ്. തുടക്കത്തിൽ അടുത്ത കൂട്ടുകാരികൾക്കൊക്കെയാണ് മൈലാഞ്ചി ഇട്ട് കൊടുത്തിരുന്നതെങ്കിൽ ബിൻസിയുടെ മൈലാഞ്ചി പെരുമ കേട്ടറിഞ്ഞ് ഇപ്പോൾ ദൂരെ നിൽക്കുന്നത് പോലും പെൺകുട്ടികൾ വരാറുണ്ട്. ആഘോഷ സമയങ്ങളിൽ ബിൻസിക്ക് തിരക്കോട് തിരക്കാണ്. എല്ലാവർക്കും ഭംഗിയായി മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ബിൻസി പക്ഷേ ഇതിന് ആരോടും പ്രതിഫലം വാങ്ങാറില്ല. അറേബ്യൻ ഡിസൈനിൽ അധികം വരുന്നത് ഫ്ലവേഴ്സ്, ആ ഐറ്റംസ് അറേബ്യൻ ഡിസൈനിൽ അധികം വരിക. പിന്നെ ഇന്ത്യൻ ഡിസൈനിലാകുമ്പോൾ ഓരോ രൂപങ്ങൾ, കഥകളി, മയിൽ, അങ്ങനത്തെ ഓരോ ഇന്ത്യൻ ട്രഡീഷണൽ രൂപങ്ങളാണ് ഇന്ത്യൻ ഡിസൈനിൽ വരിക. അറേബ്യൻ ഡിസൈനിൽ കൂടുതലും ഫ്ലവേഴ്സ് ഒക്കെ വരും. അറേബ്യൻ ഡിസൈൻ ഇഷ്ടം.
സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല കടൽ കടന്നുമെത്തിയിട്ടുണ്ട് കുറ്റിപ്പുറത്തെ ഈ മൈലാഞ്ചി പെരുമ. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കൊക്കെ കുറ്റിപ്പുറത്തു നിന്നും മൈലാഞ്ചി കയറ്റി പോകുന്നുണ്ട്. ചെറിയ തോതിൽ തുടങ്ങിയ സംരംഭത്തിന് കഠിനാധ്വാനത്തിലൂടെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ബഷീറും സൈനബയും. തങ്ങളുടെ ജീവിതത്തെ പച്ചപിടിപ്പിച്ചതുകൊണ്ട് മാത്രമല്ല 15ഓളം സ്ത്രീകൾക്ക് ഉപജീവന മാർഗമുണ്ടാക്കാനും കഴിഞ്ഞെന്ന സന്തോഷവും ഇവർക്കുണ്ട്.